യുവർ സിംഗിൾ മോസ്റ്റ് ഉപദേശം എന്തായിരിക്കും? ഞാൻ തെറ്റിച്ചില്ല എന്തായാലും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്റ്റക്ക് ആവും. അവർ നിന്നെ താഴോട്ട് വലിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നീറ്റ് ബാച്ചിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും അല്ലേ. ആ സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ സത്യമാനൊന്ന് പേടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഒരു ഒരു എന്താ പറയാ അല്ലെ, ഒരു കോൺഫ്ലിക്റ്റിംഗ് സാധനമാണല്ലോ. ഇപ്പോഴും നിനക്കത് ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരു തെറ്റായി തോന്നുന്നില്ല. അത് നീ ഒരു നിനക്ക് തരുന്ന ഒരു ശിക്ഷ പോലെയൊക്കെയാണ് നീ അതിനെ കണക്കാക്കിയ. ഹായ് മക്കളെ, അപ്പം എൻ്റെ അടുത്ത ഇന്റർവ്യൂ ആണ്. ആൻഡ് ഈ ഇന്റർവ്യൂക്ക് മുമ്പ് നിങ്ങൾ ഈ ഒരു സിനാരിയോ ഒന്ന് ആലോചിക്കണേ. 5-ാം തീയതി നീറ്റ്, 4-ാം തീയതി ഞാൻ ഈ കുട്ടികളൊക്കെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ ഓരോരുത്തരും പേഴ്സണലി എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷഹീൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നല്ലേ. അപ്പം അവനെ കണ്ടപ്പോൾ അവന് കണ്ണെന്നൊക്കെ ഇങ്ങോട്ട് വെള്ളം വന്ന് ഒന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ത് ചെയ്തേനെ, അവന് ആകെ കരഞ്ഞ് അലമ്പാക്കിയേനെ. പക്ഷെ ആ സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ സത്യമാനൊന്ന് പേടിച്ചിട്ടുണ്ട്. ഇവൻ നല്ല ടെൻഷൻ്റെ ആളാണ്, ഇവൻ അവസാനം കൊണ്ടുപോയി കൊളാക്കും എന്നുള്ളത്. പക്ഷേ ഷെയ്ൻ ഒന്നും കൊളാക്കിയിട്ടില്ല. ഷെയ്ന് നീറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം 690 അടുത്ത് മാർക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആൻഡ് ഷെയ്നാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ശരിക്കും നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ള. അന്നെന്താ അങ്ങനെ കണ്ണൊക്കെ നിറയാൻ കാരണം? അത് നിങ്ങൾ പെട്ടെന്ന് വന്ന് ചോദിച്ചേരോ ആ ഒരു മൊമെന്റിൽ പരീക്ഷയ്ക്ക് ഒരു ടെൻഷൻ ഇല്ല, സന്തോഷത്തോടെ കാര്യം പോയി, സന്തോഷത്തോടെ തന്നെ ഇറങ്ങി വന്നത്, ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നത് തന്നെ. ഇറങ്ങി വന്നപ്പോ നിനക്ക് ഫസ്റ്റ് ഇതെന്താ? ഫസ്റ്റ് ഉണ്ടായ ഞാൻ 2 കൊല്ലം കഷ്ടപ്പെട്ടെന്നുണ്ട്, എനിക്കതെല്ലാം ചെയ്യാൻ പറ്റിക്ക് ഒരു ഫുൾ ഓഫ് സന്തോഷം, ആത്മനിർവൃതി ഉണ്ടായിരുന്നു. ആദ്യം ആരെ അന്നേരം ഓർമ്മ വന്നേ ഇതൊക്കെ ഒന്ന് പറയണമെന്നൊക്കെ തോന്നി? ആദ്യം ഉമ്മാനെ വിളിച്ച് ഉമ്മാനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം. ഏറ്റവും സപ്പോർട്ട് ആരായിരുന്നു വീട്ടില്? വീട്ടിലെ ഏറ്റവും സപ്പോർട്ട് ഉമ്മ തന്നെയാണ്. ഉപ്പയോ? ഉപ്പ നല്ല സപ്പോർട്ട് തന്നെയാണ്. ഉമ്മ എന്തൊക്കെ പറഞ്ഞിട്ടാ നിനക്ക് പ്രോത്സാഹനം അല്ലേ ഇതൊക്കെ തരാ? കാരണം ഞാൻ ഈ കഥ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ട് നിന്റെ ഇതൊക്കെ വന്നതിന് ശേഷം ഉമ്മ ഇങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഷെയ്ന് കിട്ടൂല എന്നുള്ള. ലാസ്റ്റ് കണ്ണിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഉമ്മ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു എന്നുള്ളത്. ആ ഒരു ലെവലിൽ തന്നെയാണല്ലേ നിനക്ക്? ഞാൻ വീട്ടിൽ അങ്ങനെ ടെൻഷൻ പങ്കെടുക്കും. ടെൻഷൻ എന്ന് അറിയാനൊന്നും ഇല്ല. അതെങ്ങനെയാ പക്ഷെ നിനക്ക് ടെൻഷൻ ഇല്ലാണ്ടായത്? അതായത് നിനക്കിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നടത്തിയ എക്സാമിലൊക്കെ എസ്പെഷ്യലി ഫുൾ ചാപ്റ്റർ ഒക്കെ എത്തുമ്പോൾ ഒരു 630, 650 റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. അപ്പോ നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? അപ്പോ ടെൻഷൻ ഒന്നും ഇല്ലേനു. അതെന്താ? ഞാൻ എന്റെ മാക്സിമം ചെയ്തിക്ക്, വർക്ക് ചെയ്തിക്ക്, ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിക്ക്, പിന്നെ അത് ഫൈനലി എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് തന്നെ. അല്ല, നിന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു? എന്റെ ഒരു നല്ലൊരു മികച്ച സ്കോറിലേക്ക് അത് എത്രയാണെന്ന് ചോദിച്ചത്? 700% ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അത് ആഗ്രഹം, അതിപ്പം നീറ്റിന് പഠിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഒരു റിയാലിറ്റി സ്കോർ ഉണ്ടാവില്ല ഇത്രയെങ്കിലും എനിക്ക് കിട്ടുന്നുള്ള 680+ ഷുവർ ആയിരുന്നു. പക്ഷെ അതെങ്ങനെ നിനക്ക് അങ്ങനെ ഷുവർ ആക്കാൻ പറ്റും? അത് വീണ്ടും ഒരു ആഗ്രഹമല്ലേ ശരി? കാരണം നിനക്ക് ഇവിടെ നടത്തുന്ന എക്സാമിലൊക്കെ 630, 35 എന്നൊക്കെ പറഞ്ഞല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാലും ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഇവിടെ തെറ്റിച്ചാലോ ഇവിടെ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ, എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വരും എന്നുള്ളൊരു ഒരു സാധനം, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതായത് നമ്മളിവിടെ നടത്തിയ എക്സാമിന് തെറ്റിയ ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടുപോയി ശരിയാക്കിയിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് നീറ്റിന്റെ അവസാനത്തെ ലാസ്റ്റ് വീക്കിൽ ഇവിടെ വന്നൊരു എക്സാം. ഞാന് റെഡിക്ക് അതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാ. അവിടെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കണ്ട, ഇതന്നെ ഉത്തരം വിചാരിച്ചു ഇവിടുത്തെ എക്സാം ചെയ്തേനെ. പക്ഷെ അന്ന് തെറ്റിക്കില്ലെങ്കിൽ അതേ ക്വസ്റ്റ്യൻ, അതായത് വാല്യൂ വേണ്ടിട്ട് മാത്രം അതേ ക്വസ്റ്റ്യൻ നീറ്റിന് വെച്ചിരിക്കുക. അന്ന് ഞാൻ തെറ്റിച്ചില്ല എന്തായാലും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പൊ അത് ഒരു പ്രതീക്ഷയായിരുന്നു അല്ലെ? അതായത് നമ്മൾ എക്സാം കുറച്ച് ടഫ് ആക്കിയത് ശരിക്കും പറഞ്ഞാല് നിനക്ക് നന്നായിട്ടാണ് തോന്നിയത് അല്ലേ? ഓക്കെ. അപ്പം പിന്നെ ഈ ഓരോ എക്സാമയും നീ അനലൈസ് ചെയ്യായിരുന്നോ? തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതായത് ഷെയ്ന് നമ്മളുടെ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടിയാട്ടോ. അതായത് +1, +2 മുതലേ നമ്മളോട് പഠിച്ചിട്ട് +2ന്റെ കൂടെ എഴുതി എടുത്തതാണ്. യെസ്, ഒന്ന് പറയുന്നത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അനലൈസിങ്ങും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സാധനം. ഓക്കെ റൈറ്റ്. അപ്പം എനിക്ക് തോന്നുന്നത് പിന്നെ ഓരോ സബ്ജക്റ്റും എങ്ങനെയാ പഠിച്ചതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. ഓരോ സബ്ജക്റ്റ് പഠിച്ചാൽ ഞാൻ ബയോളജിന്റെ കാര്യം ഞാൻ പറയുന്ന ടെക്സ്റ്റ് നല്ലോണം വായിക്കും. എൻ്റെ കേസില് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ബയോളജി ചെയ്യല് കുറവാ. ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടായിരുന്നില്ല? ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടായിരുന്ന പറഞ്ഞാൽ ചെയ്യാറില്ല എന്നാ പറയുന്നത്. അപ്പോ ശരിക്കും നിനക്കിപ്പോ നീ കുറച്ച് ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടല്ലേ ഇത്തവണ നീറ്റിന്? എത്ര ക്വസ്റ്റ്യൻ തെറ്റി? 3 ക്വസ്റ്റ്യൻ. 6 ക്വസ്റ്റ്യൻ തെറ്റി. അതിലെത്ര ബയോളജിയാ? 3 അത് ക്വസ്റ്റ്യൻ ചെയ്യാത്തോണ്ടെന്ന് തോന്നുന്നില്ല? ഇല്ല. പക്ഷെ അതൊരു ഒരു എന്താ പറയാ അല്ലെ, ഒരു കോൺഫ്ലിക്റ്റിംഗ് സാധനമാണല്ലോ ബയോളജി.
ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നുള്ളത്? അത് ബിലാൽ സാർ ഇങ്ങനെ അറിയാനോ, ബയോളജിയിൽ നമ്മൾ വായിക്കുമ്പോ നിശ്ചയമായിട്ട് നല്ലോണം വായിക്കുക, അധികം ക്വസ്റ്റ്യൻ ചെയ്യണ്ടെന്നാണ് ബിലാൽ സാർ. ഓക്കെ ഓക്കെ, ആ അപ്രോച്ച് ആയി എടുത്തത്. അപ്പം എന്നാലും ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുമ്പോൾ തെറ്റിപ്പോയി ശരിയാക്കുക അങ്ങനത്തെ ഒരു സാധനത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും നിനക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്യാത്തൊരു തെറ്റായി തോന്നില്ല. പക്ഷെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നീ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതായത് എനിക്ക് തോന്നുന്നത് നമ്മളാ ഒരു ജനുവരി മുതൽ ഡിസംബർ മുതൽ നടത്തിയ എക്സാമത്തിന് ഒരു 11 എനിക്ക് 12,000 ക്വസ്റ്റ്യൻ ചെയ്തതിലുള്ളത്. പക്ഷെ നീ വൃത്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അനലൈസ് ചെയ്തിട്ട്. അതെങ്ങനെ ആ ഒരു സംഭവം എന്താ, ആ ഒരു അനലൈസിങ് മെത്തേഡ് എന്ന് പറഞ്ഞത്? ഇപ്പൊ ബയോളജിയിലാന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും നെഗറ്റീവ് വരത്തു അല്ലേ? അപ്പൊ അതെങ്ങനെയാ? എന്നിട്ട് എന്താ ചെയ്യാ? പരീക്ഷ കഴിഞ്ഞു, ആൻസർ കീ വന്നു, പിന്നെന്ത് ചെയ്യും? പിന്നെ ഏതെല്ലാം തെറ്റിയ ഭാഗം നോക്കൂ. ചിലപ്പോ ഒരു സില്ലി മിസ്റ്റേക്ക് അത് ഇഗ്നോർ ചെയ്യും. ഓക്കെ. എന്തെങ്കിലും ഞാൻ വായിച്ചാൽ കൺസെപ്റ്റ് തെറ്റും, നീ മനസ്സിലാക്കിയതല്ല ശരിക്കും അത് വന്നത്, പിന്നെ ഇത് ഏതാന്ന് അറിയൂല, അങ്ങനത്തെ കേസ് എന്താ ചെയ്യാ? ഞാൻ ഒന്നും കൂടെ NCERT മറിക്കും, ഒന്നുകൂടെ ചിലപ്പോ ആ ഭാഗം മാത്രം കവർ ചെയ്യും. മോസ്റ്റ്ലി കേസിലോ ആദ്യം മുതലേ ഫുള്ളൊന്നും അതിനോട് എന്നെ ഒന്നും കൂടെ അപ്പം ചോദിച്ചാൽ തെറ്റിപ്പോറെന്നുള്ള രീതിയിൽ. അതായത് അത് നീ ഒരു നിനക്ക് തരുന്ന ഒരു ശിക്ഷ പോലെയൊക്കെയാണ് നീ അതിനെ കണക്കാക്കി, അല്ലാതെ അങ്ങനെയാണ്. അതായത് ഇവിടുന്ന് ഞാനൊന്ന് തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫുൾ പാഠം നീ പഠിച്ചേ പറ്റുള്ളൂ ഷെയ്നെ എന്നുള്ള രീതി ഒന്നും കൂടെ വായിക്കും. ആൻഡ് പിന്നെ അടുത്ത തവണ ആകുമ്പോൾ വീണ്ടും അങ്ങനെ ഒന്ന് തെറ്റും, അതങ്ങനെ വെച്ചാൽ അപ്പോൾ ഒരുപാട് തവണ ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു ബേസിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ആൻഡ് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. 3 ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിൽ തന്നെ കുറച്ചൊക്കെ നിനക്ക് ഡൗട്ട് ഉള്ളതുണ്ടെന്ന് തോന്നുന്നു അല്ലേ? റൈറ്റ്. ആൻഡ് ഇനി ഇത് വരും ഫിസിക്സും കെമിസ്ട്രിയുടെ കേസിലോ? ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ് നേരുന്ന നോട്ടെല്ലോ ആദ്യം അത്തരം ചെയ്യും. പിന്നെ അതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് കുറച്ച് നോട്ട്സ് എല്ലാം എഴുതുവാനും. അതായത് പഠിക്കുന്ന സമയത്ത് ഒരു പാഠം പഠിക്കുന്ന സമയത്ത് അതിലുള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻസും NCERT വാങ്ങിച്ചിട്ട് NCERT ഫുൾ ആയിട്ടൊന്നും കവർ ചെയ്യില്ല, ഫുൾ ആയിട്ടൊന്നും വായിക്കില്ല. ജസ്റ്റ് ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഞാനത് നോട്ട് ചെയ്ത് വെക്കാനും. ഒരു നോട്ട്ബുക്ക് ഉണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് എന്തായാലും പിന്നെ ആവശ്യം വരുമ്പോ മാർക്സ് അത് മാത്രം മതി. ഓക്കെ. അതായത് നീ ഉണ്ടാക്കിയ അപ്പൊ അവസാന സമയത്ത് നീ നമ്മളെ നോട്ടാണ് നോക്കിയത്, നിന്റെ നോട്ടാണ് നോക്കിയത്? നിന്റെ നോട്ടാണ് നോക്കിയത്. അതില് ആവശ്യമുള്ള സാധനങ്ങൾ വൃത്തിയിൽ ചെയ്യുന്നുണ്ടാവും അല്ലെ? അപ്പം ഈ ലാസ്റ്റ് പോർഷൻസ് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. എപ്പോഴായിരുന്നു നമ്മൾ കഴിഞ്ഞ? ഡിസംബർ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 13-ാം തീയതി തോന്നുന്നു ആദ്യത്തെ എക്സാം തുടങ്ങി. ഡിസംബർ 13 അന്ന് ഷെഡ്യൂൾ ഇട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഡിസംബർ 13 മുതലുള്ള നിന്റെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? ഡിസംബർ 13 മുതൽ എക്സാം നേരം തന്നെ ഇത് തുടങ്ങി. എക്സാമിനേതോ ഇല്ലേതെല്ലാം തെറ്റിയെന്നുള്ള അനലൈസ് ചെയ്തിട്ട്. ആ സമയത്ത് നീ ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ സമയത്ത് ഫുള്ള് പഠിച്ച്, അതായത് ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഫുള്ള് പഠിച്ചതിന് ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ ആണിത്. അതില് ഞാൻ അതിലെന്തായാലും പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? പഠിക്കാത്ത ചാപ്റ്റേഴ്സ് എന്ന് അറിയുന്നില്ല, ചില ടോപ്പിക്സ് അതിനുള്ളൂ. അതിന്റെ കേസ് തന്നെ ഫിസിക്സും കെമിസ്ട്രി ഞാൻ ജനുവരിയോടെ തീർത്തിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റർ വൈസ് എക്സാം കഴിയുമ്പോഴത്തേക്കന്നെ നീ അത് തീർത്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. പിന്നെ അതില് ഇനിയിപ്പം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ നീറ്റ് ബാച്ചില് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും അല്ലെ? എഫേർട്ട് ഇട്ടുണ്ടാവും, ടൈം, പിന്നെ ഇതൊക്കെ സാധനങ്ങള്. അപ്പം അതെങ്ങനെയാ നിനക്ക് അതിനുള്ളൊരു ഇത് കിട്ടിയ, എങ്ങനെയാ ഒരു കരുത്ത് കിട്ടിയ എങ്ങനെയാ? ഒന്നാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നു. നമ്മളെ പേരൻസും ഒക്കെ വേണ്ടി കഷ്ടപ്പെട്ടില്ല ഇവിടെ ആക്കി. അപ്പൊ നമ്മള് അതിന്റെ റിസൾട്ട് ഒരുക്കി കൊടുക്കണ്ടേ എന്നുള്ള രീതിക്ക്. അപ്പം എനിക്ക് ഓർമ്മ നിന്റെ ഉമ്മ വിളിച്ചപ്പോ പെരുന്നാളിന്, അതായത് പൊതുവേ എനിക്ക് നിങ്ങൾ ആരും നാട്ടിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ പഠിക്കാറില്ല ആരും. ഈ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലേ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സാധനം തന്നെയാണ്. അതായത് എനിക്ക് പ്ലസ് വണ്ണില് ചില പോർഷൻസ് ക്ലാസ്സിലും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ചില പോർഷൻസ് എനിക്ക് നല്ലോണം മനസ്സിലാക്കി എടുക്കാൻ പറ്റിയില്ല. അല്ല ഞാൻ ഫസ്റ്റ് പ്ലസ് വണ്ണിന്റെ ടൈമില് വെക്കേഷൻ കിട്ടിയിട്ട് ഫുൾ കവർ ചെയ്തെടുത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിനക്ക് നിന്നെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട് അല്ലെ? അതായത് ഇതാണ് എൻ്റെ സ്ട്രെങ്ത്, ഇതാണ് വീക്ക്നെസ്, ഇങ്ങനെ പോയാൽ നടക്കൂല, ഇങ്ങനെ പോയാൽ നടക്കുള്ളൂ എന്നൊക്കെയുള്ള സംഭവങ്ങൾ നിനക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ പണ്ട് മുതലേ നീ ഇങ്ങനെ എഫേർട്ട്, അതായത് ബിഫോർ 10th അല്ലെ 10th വരെ നീ ഇങ്ങനെ എഫേർട്ട് എടുക്കുന്ന ഒരാളൊക്കെ ആയിരുന്നോ? ഇത്ര ഒന്നും എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് എക്സാമിനെ തലേന്ന് പഠിച്ചു പോകുന്നൊരു അപ്രോച്ച് തന്നെയായിരുന്നു. ഓക്കെ, റൈറ്റ്. അപ്പം ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പം നീ എഡ്യൂ പോർട്ടലാണ് പഠിക്കുന്നത്, അതായത് നിനക്ക് ക്ലാസ്സസ് അതേപോലെയാണ്, നമ്മളെ സിസ്റ്റം അതേപോലെയാണ്, എക്സാംസും അതേപോലെയാണ്, ഒക്കെ ഉണ്ട്. പക്ഷെ നീ ഡേ സ്കോളർ ആയിരുന്നില്ല. പോയി വരിക എന്നാണെങ്കിൽ നിനക്ക് ഈ സ്കോറിലേക്ക് എത്താൻ പറ്റുമായിരുന്നോ? അതൊരിക്കലും എത്താൻ പറ്റില്ല. 50+ എത്തായിരുന്നോ? ഇല്ല, ഒരു 550+ ആയിരിക്കും എത്തുള്ളൂ. അതെന്താ ഹോസ്റ്റലാകുമ്പോ നമുക്ക് അവിടെ തന്നെ പഠിക്കുമ്പോ വേറെ ഡിസ്റ്റർബൻസ് ഇല്ല. നമുക്ക് നമ്മളെ ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ നിന്ന് പഠിക്കുക, വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട, ആലോചന ഇല്ല. പിന്നെ
എജ്യൂപോർട്ട് നിനക്ക് ഈ സ്കോറിലേക്ക് എത്താൻ 690 എടുത്താൻ എജ്യൂപോർട്ട് ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്തൊക്കെയായിരിക്കും? സപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെയിനായിട്ട് എനിക്ക് വന്ന മുഹമ്മദ് സാറിന്റെ മോട്ടിവേഷൻ ഒക്കെ നല്ലോണം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടല്ലേ? ആദ്യമായിട്ട് +1 ഓർഗാനിക് എടുക്കാൻ വന്ന മുഹമ്മദ് സാറാണ്. ഓർഗാനിക് അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് കാരണം തന്നെ മുഹമ്മദ് സാർ ഇങ്ങനെ ക്ലാസ് ഒക്കെ വന്നിട്ട് കുറെ കാര്യങ്ങൾ തന്നെ പറയും. കുറെ കാര്യങ്ങൾ അതെല്ലാം ഭയങ്കരമായിട്ട് പിന്നെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടെങ്കിൽ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനെ കുറിച്ച്, ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണോ നല്ലത്? ഇപ്പം പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തിൽ ഏതായിരിക്കണം നമ്മളെ ലിമിറ്റ് എന്തായിരിക്കണം ഒരു ഫ്രണ്ട്ഷിപ്പില്? വല്ലതും കളിയും ചിരിയും പരിപാടി ഒന്നും വേണ്ട. ജസ്റ്റ് ഏറ്റവും നല്ല ഒറ്റക്ക് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ്, വലിയ രീതിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ടിയില്ലല്ലേ? ഓക്കെ ഓക്കെ. അപ്പം നിനക്ക് അവിടെ ഇപ്പം നിന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇത് കിട്ടിയിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർ നിന്നെ താഴോട്ട് വലിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇൻ കേസ് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കണം നിന്റെ ഒരു അപ്രോച്ച് ഉണ്ടാവാം? അയാളോട് ഞാൻ അധികം കാണിക്കൂല. ഓക്കെ ഫൈൻ. ഇനി ഇപ്പം കുറെ ആൾക്കാർ ഇപ്പം ഇങ്ങനെ പറയണത്, നിനക്കിപ്പോൾ ഇതൊക്കെ കിട്ടി ചേട്ടാ, ലൈക്ക് ഷെയ്ൻക, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്, കുറച്ച് ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നീ ഉപദേശിക്കുക? അതായത് നിന്റെ 2 വർഷത്തെ പഠനം കൊണ്ട് നിനക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് നീറ്റ് എക്സാം എന്നുള്ള ഒരു ബുദ്ധി അളക്കുന്ന എക്സാം ഒന്നല്ല. എക്സാം ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ടുണ്ടെന്നവർക്ക് ഷുവർ ആയിട്ടും കിട്ടും. അപ്പോൾ അത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ 10ൽ നല്ല ഫുൾ A+ വേണം, +2 നല്ല മാർക്ക് നല്ല ഒരു ഫാക്ടർ അല്ല, ഒരു റീസൺ അല്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. നമ്മളെ കേസിൽ അവിടെ കുറെ അഭിജിത്ത് ഒക്കെ അതിന്റെ നല്ല എക്സാം ആണ്. യെസ് ഓക്കെ, അത് ഒരു കാര്യമാണ്. പിന്നെ അപ്പം അത് നിനക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലേ? അതായത് ഒരു വർഷം ഇതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു വെച്ചാൽ കുട്ടികൾ കിട്ടൂല, എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നുള്ള തോന്നൽ കുറെ ഒഴിവാകുന്നുണ്ട് തോന്നുന്നല്ലേ? അത് മെയിനായിട്ട് ഒരു എക്സാം വരും, എക്സാമിന് മാർക്ക് ഉണ്ടാവൂല, ഡൗൺ ആവും, പിന്നെ എന്നെ കൊണ്ട് ഇത് പറ്റൂല, ഒഴിവാക്കുന്നതായിരിക്കും നല്ല. പക്ഷെ അവര് നമ്മളൊരിക്കലും വിട്ടുകൊടുക്കരുത്. എന്താ അവരൊരു അങ്ങനത്തെ ആൾക്കാരോട് ഇപ്പൊ എന്താ നമ്മൾ പറയാ? അതായത് എന്തായാലും ഉണ്ടാവും. അതായത് എനിക്ക് തോന്നുന്നത് 3 മാസം, ഞാൻ പലപ്പോഴും റിപ്പീറ്റേഴ്സിനോടൊക്കെ പറയുന്ന ഒരു കാര്യം, ഇവൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ 3 മാസമാണ് എന്തുണ്ടാവുക, നിങ്ങൾക്ക് ഏറ്റവും സ്മൂത്തായി പോകുന്ന 3, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീല് തോന്നും ഇതിന് എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. അപ്പൊ വീണ്ടും എല്ലാം പറ്റുമ്പോൾ നിനക്കും ഉണ്ടാവും ചിലപ്പോൾ ആദ്യത്തെ 3 മാസമൊക്കെ നിനക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നില്ലേ? യെസ്. അപ്പോൾ ആ പറ്റും എങ്ങനെയാ നിനക്കത് തോന്നിപ്പിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ആൾക്കാരോട് എന്താ അത് അവർ ചെയ്യേണ്ടത്? കണ്ടോ, അത് നമ്മളെ മക്കളെ ആഗ്രഹമാണ്. നമ്മളെ ആ ഫൈനൽ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ അതിനായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കുക. പിന്നെ ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഷഹീന് ശരിക്കും ഞാൻ വിചാരിച്ചതിലും ഭയങ്കര പക്വതയോടെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എജ്യൂപോർട്ടിൽ വന്നു, നീറ്റ് നിനക്ക് കിട്ടി, +2ന്റെ കൂടെ തന്നെ നീറ്റ് കിട്ടി, അത് വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പാർട്ട് ഫ്രം ദിസ് ഷഹീൻ എന്ന വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് എടുത്ത് പുറത്തെടുക്കാൻ പറ്റി ഇവിടെ വന്നുകൊണ്ട്. അതായത് ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലായിരുന്നു അല്ലേ? എന്നെ കൊണ്ട് ഇത്രയും വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഞാൻ കുറച്ച് ബോൾഡായി, സ്ട്രോങ് ആയി, ഒരു ചലഞ്ച് സിറ്റുവേഷൻ വന്നാലും നമുക്കത് പിടിച്ചിടാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ശരിക്കും ഇപ്പൊ നീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിലും ഇത് രണ്ടും ഭയങ്കര നല്ല ക്യാരക്ടേഴ്സ് തന്നെ അതിന് വന്നേനല്ലേ? റൈറ്റ്. ഓക്കെ. നേരത്തെ നമ്മൾ വീണ്ടും വന്ന ചോദ്യം, ഒന്നാമത്തെ കാര്യം നീ പറഞ്ഞത് പിന്നെ ഇതൊരു ബുദ്ധി അളക്കുന്ന എക്സാം അല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യാത്ത ആള് അത് ഞാൻ പറഞ്ഞ ഫിസിക്സും കെമിസ്ട്രി നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യാം. കുറെ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു പാടത്തുനിന്ന് എങ്ങനെല്ലാം ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കണം. അതായത് ആ പാടോ അടുത്ത ചാപ്റ്ററോ എങ്ങനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വരുവാന്ന്, അഥവാ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും ഇത് ഇവിടെ ഇങ്ങനെ ചോദിച്ചു എന്നാ ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അതായത് പിന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഞാനൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ തന്നു, ചിലപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടൂല, ചിലപ്പം ഉത്തരം കിട്ടും. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ശരിക്കും ഇതുപോലെ ചോദിക്കായിരുന്നു എന്നൊക്കെ ഉള്ളത് ആലോചിച്ചിട്ടുണ്ട് അല്ലേ? അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ഫോണിലൊക്കെ വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കല്ലോ, അന്ന് മറ്റേ നിനക്ക് ഏറ്റവും അവസാനം നിനക്കല്ല സെൽ കിട്ടിയ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ അത് ശരിക്കും അതുകൊണ്ടാന്ന് തോന്നില്ലേ നിനക്ക് കിട്ടിയല്ലേ? അതായത് ആ 21% എന്ന് പറയുമ്പോൾ നീ ബാക്കിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് 10 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണല്ലേ ശരിക്കും? അതായത് കുറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ
ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ അതറിയില്ല അതെങ്ങനെ അങ്ങനെ ചോദിച്ചത് മറ്റേ പാടാൻ എങ്ങനെ കണക്ട് ചെയ്യാം. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. പിന്നെ കെമിസ്ട്രിയിൽ അപ്പം കെമിസ്ട്രി നീ ടെക്സ്റ്റ് വായിച്ചിട്ടില്ല? കെമിസ്ട്രി ഫിസിക്കൽ കെമിസ്ട്രി ആദ്യം വായിച്ചിട്ടില്ല. പിന്നെ ഓർഗാനിക്കും വായിച്ചില്ല, കാരണം ഷിപ്പിൻ സാർ ഞങ്ങൾക്ക് നോട്ട്. പിന്നെ ഇനോർഗാനിക് നല്ലോണം വായിച്ചു. ഇനോർഗാനിക്കിൽ ഞാൻ മെയിൻ ആയിട്ട് എങ്ങനെ മറ്റേ പാടായിട്ട് കണക്ട് ചെയ്യാൻ നോക്കല്. ആ ഒരു പാർട്ട് വരുന്നുണ്ടാവും അല്ലെ. രണ്ടാമത്തെ കാര്യം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു നീ ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെയാണല്ലേ ഫിസിക്സും കെമിസ്ട്രിയിലും തിയറി പഠിച്ചത്. അത് ഇമ്പോർട്ടന്റ് ആട്ടോ. ചില ആൾക്കാർ തിയറി പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മളങ്ങനെ തിയറി പഠിക്കുന്ന അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് വളരെ കുറവായിരിക്കും. ഇതിട്ട് പഠിയേയില്ല. പഠിയണമെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ തിയറി പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇനോർഗാനിക്കിലെ കമ്പാരിസൺ ഒക്കെ എന്താണ് അയണൈസേഷൻ, എന്താൽപ്പി, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്നതിന് എത്രയോ നല്ലതാണെന്ത് ഇങ്ങനെ മാറുന്നുണ്ട് എന്നുള്ളത് വരും അല്ലെ. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ കണ്ട് അത് കിട്ടിയില്ല, പെട്ടെന്ന് സൊല്യൂഷൻ നോക്കി മറിച്ച് നോക്കി എന്തായാലും ചെയ്തു. പക്ഷെ പിന്നെ എക്സാമിന് ഒന്നാം പിന്നെ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മള് ഒന്നായ്മല്ല ഒന്ന് കുത്തിന് നോക്കുക. ചിലപ്പോ കുറച്ച് ടൈം പോവായിരിക്കും, പക്ഷെ ഒന്ന് കുത്തിന് നമുക്ക് തന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ. അതായത് ചുമ്മാ അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് ക്വസ്റ്റ്യൻ കിട്ടിയില്ല അപ്പൊ തന്നെ എന്ത് ചെയ്യും, സൊല്യൂഷൻ നോക്കി റെഡി. നമുക്ക് കിട്ടും, പക്ഷെ പിന്നെ എക്സാമിന് ഒരു മെന്റൽ പ്ലഷർ കിട്ടും, പക്ഷെ എഫക്റ്റീവ് ആവൂലല്ലേ ആ സാധനം. അതിന്റെ മുകളിൽ കുറെ ഇരിക്കുന്നാല് പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നിയുണ്ടോ, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടി, അതിന്റെ മുകളിൽ കുറേ ഇരുന്നിട്ട് ചിലപ്പം 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. ഒറ്റ മിനിറ്റ് കൊണ്ട് നിനക്ക് സൊല്യൂഷൻ നോക്കിയാൽ മനസ്സിലാവുന്നു. പക്ഷെ അത് നിന്റെ ബ്രെയിനിന്റെ ശക്തി കൂടുന്നത് പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ട്. നീ ബ്രെയിന് കുറച്ചും കൂടെ എന്താണ് നമ്മളെ മസിലൊക്കെ റെഡി ആകുന്ന പോലെ ഇതാകുന്നുണ്ട്. അപ്പൊ അത് എപ്പോഴും നീ അതായത് ഇങ്ങനെ ഇപ്പം റിപ്പീറ്റ് ഒക്കെ പോകുന്ന ആൾക്കാർ പുതിയൊരു പാഠം വരുന്നു, പ്രത്യേകിച്ച് ബോർഡ് ലെവലിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്റ്റക്ക് ആവും. അപ്പൊ ആ സ്റ്റക്ക് ആകുമ്പോൾ അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. സൊല്യൂഷൻ നേരെ മറിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടെ അതിന്റെ മുകളിൽ ഇരിക്കുക. നീ ഏതാ പറയാ? എന്നിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ അപ്പൊ ഒബ്വിയസ്ലി ചെയ്യുന്ന കുറവായിരിക്കും. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വെച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, അറിയാതെ നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പ് ആകുന്നുണ്ടോ. പിന്നെ ഭാവിയിൽ അത് ശരിയായിക്കോളും. കാരണം പല കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ നീ തന്നെ പറഞ്ഞിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ എല്ലാവരുടെയും സാധനം എന്തായാലും എയിം എന്തായിരിക്കും എന്ന് വെച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ തെറ്റിയാലും എന്നാൽ വേഗം ഉത്തരം കണ്ടുപിടിച്ചാൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എന്നല്ല, അത് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്താൽ അവസാനം എന്തായാലും സമയം കിട്ടൂലേ. പോർഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ആ സമയത്ത് ഇപ്പൊ എടുത്ത എഫേർട്ട് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും എന്നാണ് തോന്നുന്നല്ലേ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരാൾ നിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എടാ റിപ്പീറ്റ് ചെയ്യട്ടെ, ഞാൻ ഡൗട്ടാണ്, റിപ്പീറ്റ് ചെയ്യണോ വേണ്ടോ? അപ്പൊ എന്താ നീ പറയാ? ഫസ്റ്റ് അയാൾ എന്നോട് ഡിസൈഡ് ചെയ്യണം, എന്നെ കൊണ്ട് ഇത് പറ്റുന്ന അയാളാന്ന് തിരിച്ചറിയണം. ഇത് പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റുമോ പ്ലസ് ടു കഴിഞ്ഞ? പക്ഷെ നമുക്ക് അതിൽ നിന്ന് ആഗ്രഹം, ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ എന്താ നല്ല രീതിക്ക് ഉണ്ടാവണം, എന്നാലേ ഇത് പറ്റുള്ളൂ. ഓക്കെ, അയാൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്തായാലും. ഇപ്പൊ നിനക്കറിയുന്ന കുറെ ആൾക്കാർക്ക് നീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും അവര് ചെയ്ത റോങ്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ റീസൺ? ഓല് ഒന്നാമത്തെ ലൈനെ കാര്യമാക്കി എടുത്തില്ല. ഓക്കെ, അത് ചിലപ്പോ ജസ്റ്റ് ഒരു +1 +2 പഠിക്കാനായിട്ടുള്ള രീതി എൻട്രൻസ് എന്നുള്ള ആഗ്രഹമില്ല, വേണ്ടാണ്ട് കുറെ കളിച്ചു കുത്തിനുണ്ടാവും ആ ഒരു സമയത്തിന്റെ ടൈം ഇമ്പോർട്ടന്റ് അല്ലേ. ഇത് ഹാർഡ് വർക്ക് ഫസ്റ്റ് നോക്കുന്നത് തോന്നുന്നില്ല, പിന്നെ നമ്മളെ തലയും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഒറ്റൊരു ഉപദേശം പറയണം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളോട്, നീറ്റ് നോക്കുന്ന ആൾക്കാരോട്, യുവർ സിംഗിൾ മോസ്റ്റ് ഉപദേശം എന്തായിരിക്കും? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഹാർഡ് വർക്ക് ചെയ്യുക, ഷുവറായും കിട്ടും. പിന്നെ ഇതും കൂടെ ഉണ്ടല്ലേ, ജേണിയിൽ നീ ഡൗൺ ഒന്നും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും അങ്ങനെ ഇപ്പൊ ഒരാഴ്ച ഒന്നും പഠിക്കാത്ത സമയം ഉണ്ടായിട്ടില്ലല്ലോ. ജേണിയിൽ ഡൗൺ നമ്മളെ വിട്ടുകൊടുക്കരുത്. ഇതൊരു ലൈഫിൽ ഒരു ചലഞ്ചായിട്ട് അങ്ങ് എടുക്കുക അല്ലേ. ഓക്കെ, റൈറ്റ്. അപ്പൊ താങ്ക് യു മാൻ. ശരി, ഓൾ ദി ബെസ്റ്റ്.